നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് 3 തവണയായി മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചുവെന്ന് കണ്ടെത്തി. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ്, വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത്. 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിൽ പരിശോധിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ ഷംന അശോക് നൽകും. ഷംന, ഈ റിപ്പോർട്ട് ഇപ്പോൾ എവിടെയാണ്? കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ? ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അതിജീവിത നേരത്തെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയും ആ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകണം എന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കൂടി വരികയാണ്. അതിജീവിത ആരോപണം ഉന്നയിച്ചതുപോലെ തന്നെ അനധികൃതമായി 3 തവണയാണ് ഈ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായി തന്നെ ആ ഫോണിന്റെ IP അഡ്രസ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ആരാണത് തുറന്നു പരിശോധിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൂടി റിപ്പോർട്ടിൽ വരുത്തിയിട്ടുണ്ട്. അതിലൊന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദ്, ഒന്ന് ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ്, ഒപ്പം തന്നെ വിചാരണ കോടതി ശിരസ്താറായിട്ടുള്ള താജുദ്ദീൻ. ഈ 3 പേരാണ് അവരുടെ ഫോണിൽ ഇട്ടുകൊണ്ട് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ഇത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മെമ്മറി കാർഡ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് ഇത് തുറന്നു പരിശോധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയുടെ PA ആയ മഹേഷ് ഈ സ്വന്തം ഫോണിൽ ഇതിട്ട് പരിശോധിക്കുന്നത്. അത് സമയം നേരത്തെ രേഖപ്പെടുത്തി, അതായത് ഫോറൻസിക് ലാബിൽ നിന്നും ഇന്ന സമയത്താണ് അത് തുറന്നു പരിശോധിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നു. അതായത് രാത്രി 10:52 മഹേഷിന്റെ ഫോണിൽ നിന്നും ഈ മെമ്മറി കാർഡ് തുറന്നു പരിശോധിക്കുന്നത്. അത് ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് മഹേഷ് നൽകിയിട്ടുള്ള മൊഴി. ഒപ്പം തന്നെ 2022 ഫെബ്രുവരിയിൽ യാത്രക്കിടെ തന്റെ ഈ ഫോൺ, അതായത് ഈ മെമ്മറി കാർഡ് ഇട്ട് പരിശോധിച്ച ഫോൺ നഷ്ടമായിട്ടുണ്ട് എന്നും ഈ മഹേഷ് ഈ ജില്ലാ ജഡ്ജിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. പിന്നീട് ഒന്ന് പരിശോധിച്ചിട്ടുള്ളത് 2021 ജൂലൈ 19 അത് ശിരസ്താറായിട്ടുള്ള താജുദ്ദീനാണ് പരിശോധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോടതിയുടെ ചെസ്റ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഈ ശിരസ്താർ ഈ മെമ്മറി കാർഡിന്റെ പരിശോധന നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യതയെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു കാര്യമായി നേരത്തെ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിൽ ഒരു വസ്തുതാപരമായ അന്വേഷണം ഉണ്ടാകില്ല ഇവർക്കെതിരെ എന്നുള്ളതാണ് അതിജീവിത ആരോപിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയോട് ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത വീണ്ടും വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.